ദുഃഖശനിയാഴ്ചത്തെ നമ്മുടെ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് രാവിലെ കഴിക്കാൻ നോക്കിയപ്പോൾ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുർബാനയ്ക്ക് പോണേക്കാളും മുമ്പ് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളിയാഴ്ചയിൽ നമ്മൾ കുർബാനയ്ക്ക് പോണേക്കാളും മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടാണ് പോവാറ്. കാരണം നേരം വൈകിയാണ് എല്ലാ ദിവസവും വരാറ്. അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഇറച്ചി അപ്പച്ചൻ വാങ്ങിയിട്ട് വന്നിട്ട് കേട്ടോ. നുറുക്കാൻ എല്ലാവരും കൂടിയിട്ടോ. ഈസ്റ്ററിൻ്റെ തലേദിവസം നമുക്ക് എല്ലാ ഇറച്ചികളും വേവിച്ചും നുറുക്കിയും ഒക്കെ നമ്മൾ വെക്കും കേട്ടോ. കാരണം പാതിര കുർബാനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒരു നേരമാവും. പിറ്റേ ദിവസം നമ്മൾ നേരം വൈകി എണീക്കുന്നതുകൊണ്ട് എല്ലാം മുന്നേ കൂട്ടി നമ്മൾ ഉണ്ടാക്കി വെക്കും. പിന്നെ നേരം വൈകി കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ലല്ലോ. നൊയമ്പ് വിടാനായിട്ട് പാതിര കുർബാന കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇതെടുത്ത് കഴിക്കുകയും ചെയ്യാം. ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് ഇതേ ക്ലീൻ ആക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ ഞാൻ. പിന്നെ എല്ലാ ഇറച്ചിക്കും നമ്മുടെ വെളുത്തുള്ളി മെയിനാണല്ലോ. അപ്പോൾ വെളുത്തുള്ളിയും കുറച്ചധികം നന്നാക്കി വെച്ചു. വലിയ നൊയമ്പ് വീടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കനിലോട്ട് നല്ലോണം പുരട്ടി കഴിഞ്ഞ് കുറച്ച് നേരം അധികം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉപ്പും മുളകൊക്കെ പിടിക്കുമല്ലോ. അപ്പം നിങ്ങളുടെ ഈസ്റ്റർ ഒരുക്കങ്ങൾ എവിടം വരെ ആയി എന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു.